Good afternoon all of you. Welcome back to chemistry class. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? എന്തായിരുന്നു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ? When the concentration, pressure or temperature of a system at equilibrium is changed, the system will readjust itself so as to nullify the effect of that change and attain a new state of equilibrium. അല്ലേ? ഒരു സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ, കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ഇതിലെന്തെങ്കിലും ചേഞ്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും? ആ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം ഒരു റീഅഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി വീണ്ടും ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അതിൽ നമ്മുടെ ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ് പറഞ്ഞത്: കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസെൻട്രേഷനെ കുറിച്ചാണ് പഠിച്ചത്. എങ്ങനെയാണ് ദ ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഇക്വിലിബ്രിയമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. എങ്ങനെയാണ് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോഴും അത് സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയത്തിനെ എങ്ങനെയെല്ലാം എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ദി പ്രഷർ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. പ്രഷർ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ ഡിസ്കസ് ചെയ്യുമ്പോഴും എക്സാമ്പിളായിട്ട് എടുത്തത് അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആ അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ തന്നെ വെച്ചുകൊണ്ട് പ്രഷറിൻ്റെ എഫക്റ്റും നമുക്ക് അത് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. ഇൻഫ്ലുവൻസ് ഓഫ് പ്രഷർ ഇൻ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ. അമോണിയയുടെ മാനുഫാക്ചറിൽ എങ്ങനെയാണ് പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കണം. അപ്പോൾ അമോണിയയുടെ മാനുഫാക്ചറിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. എന്താണ്? N2 + 3H2 റിവേഴ്സിബിൾ 2NH3. ഇതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെ റിയാക്ഷൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. N2 + 3H2 റിവേഴ്സിബിൾ 2NH3. അപ്പോൾ ഇതിൽ പ്രഷറിൻ്റെ എഫക്റ്റാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഷറിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ അതിന് നമുക്ക് ആദ്യം എന്തറിയണം? പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് അറിയണമെങ്കിൽ ആദ്യം ഇവിടെ ഓരോ സൈഡിലും റിയാക്റ്റൻറ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും എത്ര മോള് റിയാക്റ്റൻസും പ്രൊഡക്ട്സും ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പോൾ ആ ഒരു റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എണ്ണം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് പറയാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷനിൽ നോക്കൂ. ഇവിടെ N2 + 3H2 റിവേഴ്സിബിൾ 2NH3. അപ്പോൾ N2 ഇവിടെ എന്താണ്? 1 മോൾ നൈട്രജൻ ഗ്യാസ്, 1 മോൾ N2, 1 മോൾ നൈട്രജൻ ഗ്യാസും പിന്നെന്താ 3H2 അതായത് 3 മോൾ ഹൈഡ്രജൻ ഗ്യാസും, 1 മോൾ നൈട്രജൻ ഗ്യാസും 3 മോൾ ഹൈഡ്രജൻ ഗ്യാസും റിയാക്ട് ചെയ്തിട്ട് എത്ര മോൾ അമോണിയാണ് ഫോം ചെയ്യുന്നത്? 2 മോൾ അമോണിയാണ് അല്ലേ? 2NH3, 2 മോൾ അമോണിയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 1 മോൾ നൈട്രജൻ ഗ്യാസ് റിയാക്ട് വിത്ത് 3 മോൾ ഹൈഡ്രജൻ ഗ്യാസ് ആൻഡ് ടു ഫോം 2 മോൾസ് അമോണിയ. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്റ്റൻ സൈഡിൽ എത്ര മോൾ ഗ്യാസസ് ആണ് ടോട്ടൽ ഉള്ളത്? 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും. അപ്പോൾ എത്ര മോൾ ഉണ്ട്? ടോട്ടൽ 4 മോൾസ് ആണ് ഉള്ളത്. 4 മോൾ ഗ്യാസ് ആണ് റിയാക്റ്റൻ സൈഡിലുള്ളത്. പ്രൊഡക്റ്റ് സൈഡിൽ എത്ര മോൾ ഉണ്ട്? 2NH3. അപ്പോൾ 2 മോൾ ഗ്യാസ് ആണ് പ്രൊഡക്റ്റ് സൈഡിലുള്ളത് അല്ലേ? അപ്പോൾ റിയാക്റ്റൻ സൈഡിൽ 4 മോൾസ് ഉണ്ട് റിയാക്റ്റൻസ്. പ്രൊഡക്ട്സ് എന്താണ്? 2 മോൾസ് ആണ് ഉള്ളത്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ റിയാക്റ്റൻ മോളിക്യൂൾ? എത്രയാണ്? 4 മോൾസ് ആണ് അല്ലേ? വാട്ട് അബൌട്ട് പ്രൊഡക്റ്റ്? ഇറ്റ് ഈസ് 2 മോൾ. 2 മോൾ പ്രൊഡക്റ്റാണ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ഏതാണ്? N2 + 3H2 gives 2NH3 അതല്ലേ ഫോർവേഡ് റിയാക്ഷൻ? അപ്പോൾ ഈ ഫോർവേഡ് റിയാക്ഷനിൽ 4 മോൾ റിയാക്റ്റൻ മോളിക്യൂൾ റിയാക്റ്റഡ് ടു ഗീവ് 2 മോൾ പ്രൊഡക്റ്റ് മോളിക്യൂൾ അല്ലേ? 4 മോൾ റിയാക്റ്റൻ മോളിക്യൂൾസ് റിയാക്ട് ചെയ്തിട്ട് 2 മോള് പ്രൊഡക്റ്റ് മോളിക്യൂൾ ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പം കൂടുതൽ എണ്ണ ആൾക്കാർ റിയാക്റ്റൻറ്റിൽ ഉണ്ടായിരുന്നു, അതായത് അവിടെ പ്രഷർ കൂടുതലുണ്ടായിരുന്നു അല്ലേ? അതെന്തായിട്ട് മാറി? 2 മോൾ പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ആയിട്ട് മാറി. അതായത് 2 മോൾ ആയപ്പോൾ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അല്ലേ?
അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? പ്രഷർ കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 4 മോൾ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്തിട്ട് 2 മോൾ പ്രൊഡക്റ്റ് മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ ആ ഒരു റിയാക്ഷനിൽ പ്രഷർ ഡിക്രീസ് ചെയ്യാണ് അല്ലേ. അതായത് ഫോർവേഡ് റിയാക്ഷനിൽ ഇവിടെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന റിയാക്ഷനാണ്. കാരണം 4 മോൾ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് റിയാക്റ്റഡ് ടു ഗിവ് 2 മോൾ പ്രൊഡക്റ്റ് മോളിക്യൂൾ. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, കൂടുതൽ ആൾക്കാരുള്ളിടത്തായിരിക്കും എപ്പോഴും പ്രഷർ കൂടുതൽ, കുറവ് ആൾക്കാരുള്ളിടത്ത് എന്തുണ്ടാവില്ല, പ്രഷർ കുറവായിരിക്കും. അപ്പോൾ 4 മോൾ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഉള്ളതുകൊണ്ട് റിയാക്റ്റൻ്റ് സൈഡിൽ പ്രഷർ കൂടുതലും 2 മോൾ പ്രൊഡക്ട്സ് ആണുള്ളത്. അതുകൊണ്ട് പ്രൊഡക്റ്റ് സൈഡിൽ എന്ത് കുറവായിരിക്കും? പ്രൊഡക്റ്റ് സൈഡിൽ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന റിയാക്ഷനാണ്. ഫോർവേഡ് റിയാക്ഷനിൽ പ്രഷർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ എടുത്താലോ? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? 2NH3 gives N2 + 3H2 അല്ലേ. അപ്പം ബാക്ക്വേർഡ് റിയാക്ഷനിൽ 2 മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾ ചേഞ്ചസ് ടു 4 മോൾ റിയാക്റ്റൻ്റ് മോളിക്യൂൾ. 2 മോൾ പ്രൊഡക്റ്റ് മോളിക്യൂൾ എന്ത് ചെയ്യാണ്? 4 മോൾ റിയാക്റ്റൻസ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അവിടെ 2 മോൾ എന്ന് പറഞ്ഞാൽ അവിടെ പ്രഷർ കുറവാണ് അല്ലേ. 4 മോൾ പറയുമ്പോൾ പ്രഷർ കൂടുതലാണ്. അപ്പോൾ പ്രഷർ കുറഞ്ഞതെന്ന് എന്താ ഇത് കൂടുക ചെയ്തത്. അപ്പോൾ ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷനിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം കുറവ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് എന്ത് ചെയ്യാണ്? കൂടുതൽ റിയാക്റ്റൻസ് ആയിട്ട് മാറുകയാണ്. കാരണം 2 മോൾസ് പ്രൊഡക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ, അത് 4 മോൾ റിയാക്റ്റൻസ് ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പം അവിടെ എന്താണ്? മോളിക്യൂൾസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്, അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷനിൽ പ്രഷർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, അതുപോലെ ബാക്ക്വേർഡ് റിയാക്ഷനിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. According to Le Chatelier's principle, when pressure of a system at equilibrium is increased, the system will try to attain equilibrium by reducing pressure. അതായത് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചാൽ സിസ്റ്റം എന്ത് ചെയ്യുന്നു? പ്രഷർ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും സിസ്റ്റം പ്രഷർ ഡിക്രീസ് ചെയ്യുക? നമുക്ക് നോക്കാം. In the manufacture of ammonia, what happens when the pressure of the system increased? നമ്മൾ സിസ്റ്റത്തിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തു. Then system will try to decrease the pressure. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നു? പ്രഷർ കുറയ്ക്കാൻ നോക്കുന്നു. അപ്പോൾ പ്രഷർ കുറയ്ക്കാനുള്ളൊരു വഴി എന്താണ്? കുറവ് നമ്പർ ഓഫ് മോൾസ് എവിടെയാണോ അങ്ങോട്ടുള്ള റിയാക്ഷൻ കൂട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ കുറവ് നമ്പർ ഓഫ് മോൾസ് എവിടെയാണ്? എവിടെയാണ്? പ്രൊഡക്റ്റ് സൈഡിലാണ് അല്ലേ. പ്രൊഡക്റ്റിലാണ് 2 മോള് അമോണിയ ഗ്യാസ് ഉള്ളത്. റിയാക്റ്റൻ സൈഡിൽ ടോട്ടൽ 4 മോൾസ് ഉണ്ട്. അപ്പോൾ എവിടെയാണോ കുറവ് നമ്പർ ഓഫ് മോൾസ് ഉള്ളത് ആ ഭാഗത്തേക്കുള്ള റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഇവിടെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. അതായത് ഇൻ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ when we increase the pressure of the system will try to decrease the pressure. Hence, the equilibrium will shift towards the side of the reaction with fewer moles of gas. That is, rate of forward reaction increases. അല്ലേ, കുറവ് നമ്പർ ഓഫ് മോൾസ് ഉള്ള സൈഡിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ആ സൈഡിലേക്കുള്ള റിയാക്ഷൻ്റെ റേറ്റ് ആണ് കൂടുന്നത്. അതായത് ഏത് റിയാക്ഷനാണ്? ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. കാരണം ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പം പ്രൊഡക്ട്സ് ഫോം ചെയ്യും. പ്രൊഡക്ട്സിൻ്റെ ഭാഗത്ത് പ്രഷർ കുറവാണ്. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പം സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കുന്നു. അപ്പോൾ പ്രഷർ കുറയ്ക്കാനുള്ള വഴി എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് ആ ഭാഗത്തേക്കുള്ള റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻസ് വെൻ ദ പ്രഷർ ഓഫ് ദ സിസ്റ്റം ഡിക്രീസ്ഡ്? ഇപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പ്രഷർ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദ സിസ്റ്റം വിൽ ട്രൈ ടു ഇൻക്രീസ് ദ പ്രഷർ അല്ലേ. അപ്പം സിസ്റ്റം എന്ത് ചെയ്യുന്നു? പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഹെൻസ് ദ ഇക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ടുവാർഡ്സ് ദ സൈഡ് ഓഫ് ദ റിയാക്ഷൻ വിത്ത് മോർ മോൾസ് ഓഫ് ഗ്യാസ്. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്താണ്? സിസ്റ്റം ചെയ്യുക എന്താണ്? എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളത് ആ ഭാഗത്തേക്കുള്ള റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നു. അപ്പോൾ ഇവിടെ അമോണിയയുടെ കേസിൽ
റിയാക്റ്റൻ്റ് സൈഡിലാണ് നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളത് അല്ലേ. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള റിയാക്ഷനാണ് ഇൻക്രീസ് ചെയ്യുക. അതായത് പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നു, റിയാക്റ്റൻ്റ് സൈഡ് ചേഞ്ച് ചെയ്യുന്നു. റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. അതായത് സിസ്റ്റത്തിൻ്റെ പ്രഷർ നമ്മൾ ഡിക്രീസ് ചെയ്യാൻ ശ്രമിച്ചാൽ സിസ്റ്റം എന്ത് ചെയ്യുന്നു, അത് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എങ്ങനെ? കൂടുതൽ നമ്പർ ഓഫ് മോൾസ് ഉള്ള ഭാഗത്തേക്കുള്ള, അതായത് പ്രഷർ കൂടുതൽ എവിടെയാണോ അവിടേക്കുള്ള റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ആണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് മനസ്സിലായോ? പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്കറിയാൻ ആകെ ഒരു കാര്യം നമുക്ക് അറിയേണ്ടതുള്ളൂ. റിയാക്റ്റൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലുമുള്ള നമ്പർ ഓഫ് മോൾസ് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഏത് ഭാഗത്താണ് പ്രഷർ കുറവ് കൂടുതൽ എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിസ്റ്റം പ്രഷർ ഡിക്രീസ് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പം പ്രഷർ എവിടെയാണോ കുറവ് ആ ഭാഗത്തേക്കുള്ള റിയാക്ഷൻ നടക്കുന്നു. നമ്മൾ പ്രഷർ ഡിക്രീസ് ചെയ്യാൻ ശ്രമിച്ചാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യാനാണ് സിസ്റ്റം ശ്രമിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്പർ ഓഫ് മോൾസ് എവിടെയാണോ കൂടുതലുള്ളത് അവിടേക്കുള്ള റിയാക്ഷനാണ് നടക്കുക. അപ്പോൾ ഇതാണ് അമോണിയയുടെ പ്രിപ്പറേഷനിൽ പ്രഷറിൻ്റെ എഫക്റ്റ്. അപ്പോൾ നമുക്ക് കൂടുതൽ അമോണിയ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രഷർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ. കാരണം പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്താൽ സിസ്റ്റം പ്രഷർ കുറയ്ക്കാൻ നോക്കും. അപ്പം ഇവിടെ കുറയ്ക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? മോൾസ്, നമ്പർ ഓഫ് മോൾസ് കുറവുള്ള ഭാഗത്തേക്കുള്ള റിയാക്ഷൻ നടക്കണം. അതായത് ഇവിടെ പ്രൊഡക്റ്റ് സൈഡിലാണ് പ്രഷർ കുറവ്. അതുകൊണ്ട് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും, നമുക്ക് കൂടുതൽ അമോണിയ കിട്ടും. അപ്പോൾ ഇതാണ് അമോണിയയുടെ കേസിൽ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അനലൈസ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഗ്യാഷ്യസ് റിയാക്ഷൻ ഗിവൺ ബിലോ. H2 plus I2 reversible 2HI. എന്നിട്ട് ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ? റിയാക്റ്റൻ സൈഡിൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? H2 plus I2, 1 മോൾ ഹൈഡ്രജൻ ഗ്യാസും 1 മോൾ അയഡിൻ ഗ്യാസും. അപ്പോൾ ടോട്ടൽ 2 മോൾസ് റിയാക്റ്റൻറ്റ് അല്ലേ. ഇനി പ്രൊഡക്റ്റോ? വാട്ട് അബൌട്ട് പ്രൊഡക്റ്റ്? പ്രൊഡക്റ്റിൽ 2HI ഹൈഡ്രജൻ അയോഡൈഡ് ആണ്. എത്ര ഉണ്ട്? 2 മോൾ അല്ലേ. 2 മോൾ ഹൈഡ്രജൻ അയോഡൈഡ്. അപ്പം ഈ ഒരു റിയാക്ഷനിൽ റിയാക്റ്റൻ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണ്. രണ്ട് ഭാഗത്തും 2 മോൾസ് ആണ്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്ട്സിലും നമ്പർ ഈക്വൽ ആണെങ്കിൽ, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണെങ്കിൽ എന്താണ്? ആ ഒരു സിസ്റ്റത്തിൽ പ്രഷറിന് ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാവില്ല. കാരണം ഒരു ഭാഗത്ത് പ്രഷർ കുറവും മറ്റേ ഭാഗത്ത് പ്രഷർ കൂടുതലും ആണെങ്കിൽ മാത്രമേ പ്രഷറിന് അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളൂ. അപ്പം രണ്ട് ഭാഗത്തും റിയാക്റ്റൻസിലും പ്രൊഡക്ട്സിലും ഉള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഒരുപോലെയാണ് എങ്കിൽ അവിടെ പ്രഷറിന് എന്തുണ്ടാവില്ല? ഒരു എഫക്റ്റും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അമോണിയയുടെ കേസാണെങ്കിൽ റിയാക്റ്റൻസിൽ 4 മോൾസും പ്രൊഡക്റ്റിൽ 2 മോൾസും ആയിരുന്നു. അപ്പോൾ അവിടെ എന്തുണ്ട്? ചേഞ്ച് ഉണ്ട്, പ്രഷറിൽ ചേഞ്ച് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കുള്ളൂ. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എന്തില്ല? പ്രഷറിന് ഇൻഫ്ലുവൻസ് ഇല്ല. In a reversible reaction, if there is no change in the number of gaseous molecule in the reactant and product side, pressure will not have any effect on the chemical equilibrium. ഒരു റിവേഴ്സബിൾ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണെങ്കിൽ അവിടെ എന്തില്ല? പ്രഷറിന് ഇൻഫ്ലുവൻസ് ഇല്ല. ആ കെമിക്കൽ എക്വിലിബ്രിയത്തിൽ പ്രഷറിന് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. അപ്പോൾ ഇത്രയാണ് പ്രഷറിൻ്റെ എഫക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഈ ഒരു ഇക്വേഷൻ മാത്രമല്ല, പല ഇക്വേഷൻസും തന്നിട്ട് അതിലെ പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് അനുസരിച്ച് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആകെ അറിയേണ്ടത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണ്, റിയാക്റ്റൻറ്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും. പിന്നെ എല്ലാം സിമ്പിളാണ്. അപ്പോൾ അത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.